അതായത് 550 സ്കോറിന് ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. അതായത് ഒരു 180 സ്കോറിന്റെ റാങ്ക് റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാറ്റഗറിയിൽ 24,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഹലോ നീറ്റ് ആസ്പിരൻസോ, നമ്മുടെ നീറ്റ് എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനുള്ളത് നിങ്ങളുടെ സ്കോർ, അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അലോട്ട്മെന്റ്. ഇങ്ങനെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ കാണും. അത്രയും ലെങ്തി ആയിട്ടുള്ളതാണ് നീറ്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അടുത്ത വർഷം എങ്ങനെ നീറ്റ് എക്സാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന്റെ കോണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഇന്നലെ നടന്ന നീറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഡിഫിക്കൽട്ട് ആണ്. കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കിയാൽ, അതായത് ഈ വർഷം നടന്ന ആദ്യ എക്സാമിനെ വെച്ച് നോക്കിയാൽ റീനീറ്റ് ടഫ് തന്നെ ആയിരുന്നു. ഫിസിക്സ് ഒക്കെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, കെമിസ്ട്രി ആണെങ്കിൽ അത്യാവശ്യം ടഫ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ കട്ട് ഓഫ് ആദ്യം നടന്ന എക്സാമിൽ വളരെ ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതായത് 650+ അല്ലെങ്കിൽ 600+ മാത്രമാണ് ഗവൺമെന്റ് സീറ്റ് ലഭിക്കുക എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു നീറ്റ് എക്സാമിന് കട്ട് ഓഫ് കുറച്ചും കൂടി ബാക്കിലേക്കാണ് വരിക. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2025 നീറ്റ് എക്സാമിനോട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്ന വിധത്തിലാണ്. അതായത് നല്ല രീതിയിൽ ടഫ് ആയിരുന്നു എക്സാം. ആ ഒരു എക്സാം പോലെ തന്നെ ടഫാണ്. അത്രയും ഒരു ലെവൽ ഇല്ലെങ്കിൽ പോലും ടഫ് ആയിരുന്നു ഈ വർഷത്തെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഏകദേശം മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 25 നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 904 904 റാങ്കിന് വരെയാണ് ഗവൺമെന്റ് MBBS സീറ്റ് ലഭിക്കുന്നത്. അപ്പൊ അവരുടെ സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 950 ആണ് കേരള റാങ്ക്. 904 അല്ലെ, 904 ആണ്. യെസ്, 904 ആണ് കേരള റാങ്ക്. അപ്പൊ സ്റ്റേറ്റ് റാങ്ക് 904 എന്ന് പറയുന്നതിന്റെ നീറ്റ് സ്കോർ 554 ആയിരുന്നു. അപ്പൊ ഈ വർഷത്തെ ഒരു കട്ട് ഓഫും ഗവൺമെന്റ് സീറ്റിന്റെ കട്ട് ഓഫും നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് 540 to 560 ആണ് ഓപ്പൺ കാറ്റഗറിക്ക്. ജനറൽ കാറ്റഗറിക്ക് 540 മുതൽ 560 ഇടയിലുള്ള സ്കോർ തന്നെയാണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്കോർ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ജനറൽ കാറ്റഗറിയിൽ വന്നത്. 554 സ്കോറിനായിരുന്നു അവസാനമായിട്ട് ജനറൽ കാറ്റഗറിയിൽ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS, കേരളത്തിലെ കാര്യമാണ്. ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന അലോട്ട്മെന്റ് പ്രകാരം, ഓൾ ഇന്ത്യ കോട്ടയുടെ ഒന്നും അല്ല പറയുന്നത്, കേരള റാങ്ക് കേരളത്തിലെ കീം പ്രകാരമുള്ള എൻട്രൻസ് കമ്മീഷണറുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള സ്റ്റേറ്റ് റാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള കേരളത്തിലേക്ക് നടക്കുന്ന പ്രവേശനത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 904 554 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. ഇത്തവണയും അത് തന്നെയാണ് ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഓരോ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇഴവ കാറ്റഗറി 2409 ആയിരുന്നു റാങ്ക്. മുസ്ലിം കാറ്റഗറി 2394 കേരള റാങ്ക് ആണ്. LA കാറ്റഗറി 3689. ധീവര 8062 ആയിരുന്നു റാങ്ക്. VK 3119. ബാക്ക്വേർഡ് ഹിന്ദു 2916. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2849. KN 9811. KU കുശവൻ കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. KN കുശവൻ ആണ്. KU കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 24,407. അതായത് 24,407 റാങ്കിനും ഈ ഒരു കാറ്റഗറിയിൽ 24,407 ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിരുന്നു. ആൻഡ് അതിന്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ വേരി ചെയ്യും. ചെറിയ രീതിയിലാണ് 25 എക്സാമിനോട് ഏകദേശം നമുക്ക് ആ ഒരു സ്കോറിനോട് പറയാൻ പറ്റുന്ന സ്കോറാണ്. ചെറിയൊരു വേരിയേഷൻ ഈ വർഷം കാണത്തുള്ളൂ. യെസ്, ST ആണെങ്കിൽ 15,624. ST 25,421. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 3,467 ആയിരുന്നു കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സീറ്റ് അവസാനമായിട്ട് കിട്ടുന്ന കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു. ഇനി നമ്മൾ സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 900 ആ ഒരു റാങ്കിൽ വരുന്ന 900 to 1000 റാങ്കിൽ വരുന്ന കുട്ടികളുടെ നീറ്റ് സ്കോർ 550 to 555 ആ ഒരു വേരിയേഷൻ, ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. 900 to 1000 കേരള റാങ്ക് വന്ന കുട്ടികളുടെ നീറ്റ് സ്കോർ ആണ് പറയുന്നത്. അത് ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ് അത്രയും ഉയർന്ന ഒരു കട്ട് ഓഫ് വരിക. ബാക്കിയുള്ളത് ചെറിയൊരു കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ കിട്ടും. യെസ്, ആൻഡ് ഒരു 42,122 റാങ്ക് ഒക്കെ 180 സ്കോറിനാണ് വന്നിരിക്കുന്നത്. 180 സ്കോറിന് ഏകദേശം 40,000 റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ BDS ഒക്കെ ലഭിക്കാൻ ആ ഒരു സ്കോറിന് സാധിക്കുമായിരുന്നു. യെസ്, അതേപോലെ നമ്മളൊരു 180 നീറ്റ് സ്കോറിന് ഒരു 30,000 to 40,000 റേഞ്ചിലാണ്
സ്റ്റേറ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഈ വർഷവും അതേ തന്നെ ആയിരിക്കും, അതേപോലെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 180 റാങ്കിന് 40,000 ആണ്, ഏകദേശം 39,000 റേഞ്ചിലാണ് സ്റ്റേറ്റ് റാങ്ക്, കേരളത്തിലെ റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ റാങ്കും നോക്കുകയാണെങ്കിൽ 554, 550, 540 to 550 എന്ന് പറയുന്നത് എന്തായാലും കേരള റാങ്ക് ഒരു 900 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായിരിക്കും ഈ വർഷത്തെ ഒരു കട്ട് ഓഫ്. ഏകദേശം 540ക്കും 560നും ഇടയിൽ തന്നെ ആയിരിക്കും ഗവൺമെന്റ് MBBS ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് എന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. കുറച്ച് താഴെ ആയിരിക്കും ബാക്കി ഓരോ കാറ്റഗറി. ഇപ്പോൾ OBC, ഓരോന്ന് SC ST കാറ്റഗറി വൈസ് എടുക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഉറപ്പായിട്ടും എന്തായാലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിവേ, നമുക്കിനി അലോട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണ് നടക്കുക, ഏത് റാങ്കിനൊക്കെ സാധ്യതകളുണ്ട്, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വളരെ വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യണോ അതോ ഈ ഒരു നീറ്റ് സ്കോറിന് സീറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെന്നറിയാം. അതൊക്കെ നമുക്ക് പതിയെ പതിയെ സോർട്ട് ചെയ്യാം. എനിവേ, വളരെ ലെങ്തി ആയിട്ട് നടക്കുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളുടെ നീറ്റ് സ്കോർ വന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒത്തിരി താമസം അതിനുണ്ടാവത്തില്ല, കാരണം എക്സാം നടക്കാൻ കുറേ അധികം ലേറ്റ് ആയി. അപ്പോൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് തന്ന് അലോട്ട്മെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മളോട് കൺവേ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.